രാജേന്ദ്രൻ ഈ ബസ് കുറുകെ കാറ് ഇട്ടുകൊണ്ട് തടയുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ആര്യ രാജേന്ദ്രൻ പറയുന്നതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ആര്യക്കെതിരായ ഈ ഇത്തരം വാർത്തകൾക്കും അതോടൊപ്പം തന്നെ സൈബർ ആക്രമണങ്ങൾക്കും ഒക്കെ കാരണം. അല്ലല്ല, ആര്യ അതുമായി ബന്ധപ്പെട്ട സൈബർ ആക്രമണം മാത്രമല്ല, നമുക്കിവിടെ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള സൈബർ ആക്രമണമാണ് ആര്യക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരു പ്രധാന വാർത്തയാക്കി എടുക്കാത്തത്? അപ്പോൾ അതിനെയെല്ലാം വെള്ളപൂശുക, ഈ ലൈംഗിക അധിക്ഷേപം നടത്തിയ ആളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അതിക്രമം കാട്ടിയിട്ടുള്ള ഈ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ പേരിൽ നേരത്തെ ഏതെല്ലാം വിധത്തിലുള്ള കേസുകളുണ്ട്. ഒരു സ്ത്രീയെ മുണ്ടുമുക്കി കാണിച്ച ബന്ധപ്പെട്ടൊരു കേസ് അയാളുടെ പേരിലുണ്ടായിരുന്നു. പോലീസ് ഇയാൾ അപകടകരമായി ഡ്രൈവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 2 കേസുകൾ നേരത്തെ അയാളുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ചരിത്രം കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ അപകടകരമായി ഇവരുടെ വാഹനത്തെ ഇടിച്ച് തെറിപ്പിക്കാൻ പോകുന്ന വിധത്തിൽ ഡ്രൈവ് ചെയ്തപ്പോഴാണ് ആര്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം ചെയ്യലുണ്ടായത്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ലൈംഗിക ചേഷ്ട കാണിച്ച് ഇവരെ അപമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണമാണ്. ഇങ്ങനെ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ആളുകളെ എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ടത്? അതിപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ മാധ്യമപ്രവർത്തകരോട് അങ്ങനെ കാണിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ പ്രതികരണം മാത്രമാണ്. ഇങ്ങനെയുള്ള സാധാരണ പ്രതികരണത്തെ എത്രമാത്രം രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് പലരും ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഒരുപറ്റം മാധ്യമങ്ങൾ കൂട്ടുവെക്കുകയാണ്. അതിൻ്റെ വസ്തുതകൾ ശരിയായ നിലയിൽ പുറത്തു കൊണ്ടുവരാനല്ല. ഇപ്പോൾ ആ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടുള്ള ആളെ ഒരു മഹാനായ ഒരാളായി ചിത്രീകരിക്കുകയാണ്. അയാളുടെ തുടർച്ചയായ ഇൻ്റർവ്യൂകളും മറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ വളരെ മോശപ്പെട്ട ഒരാളായി, അധികാരം ദുർവിനിയോഗം ചെയ്ത ഒരാളായിട്ട് ആര്യയെ ആ നിലയിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം? ഇന്നിപ്പോൾ ഒരുപറ്റം യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ തിരുവനന്തപുരത്ത് ബസ് തടഞ്ഞു നിർത്തിയിട്ട് ആര്യയുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ ബസ്സിൽ ഒട്ടിക്കുന്ന ചില വാർത്തകൾ കണ്ടു. എത്രമാത്രം അധമമായ കാര്യമാണത്? നമ്മുടെ ഒരു സഹോദരിയെ ഒരാൾ ഈ നിലയിൽ ലൈംഗികമായി അധിക്ഷേപം നടത്തിയാൽ അതിന് കക്ഷിരാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അതാരായിക്കഴിഞ്ഞാലും അത്തരം കാര്യങ്ങളോട് ഏറ്റവും ശരിയായ സത്യസന്ധമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ഇതിനകത്തൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുക, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹീനമായ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ നിലയിൽ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതെല്ലാം സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അയാളെപ്പോലെയുള്ള ഒരാളെ എങ്ങനെ ഡ്രൈവറാക്കി വെച്ചു എന്നത് ഈ അന്വേഷണ ഭാഗമായി വരട്ടെ. ആയിരിക്കാം. അയാൾ അവിടെ നടത്തിയ ചില സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അവിടെ നടന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ നടന്നിട്ട് ഇത് CPM-ൻ്റെ ആളാണ്, ഇടതുപക്ഷത്തിൻ്റെ ആളാണ്, എന്നാൽ പിന്നെ ഇതൊരു കിട്ടിയ അവസരമായി കണ്ട് അവരെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന മനോഭാവത്തോടുകൂടിയാണ് ഒരുപറ്റം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇടപെടുന്നത്. എന്താ ആര്യ അങ്ങനെ ചോദ്യം ചെയ്യാതെ എന്നാൽ പിന്നെ ഇതെല്ലാം കേട്ട് വീട്ടിലേക്ക് പോകണം എന്നാണോ? അങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതിപ്പം നമ്മുടെ സഹോദരിയാണെങ്കിലും തെരുവിൽ ഈ നിലയിൽ ആക്രമിക്കപ്പെട്ടാൽ, ഈ നിലയിൽ അധിക്ഷേപത്തിനിരയായാൽ ചോദ്യം ചെയ്യുന്ന നിലപാട് തന്നെ സ്വീകരിക്കണം. അത് മാധ്യമപ്രവർത്തകരായി കഴിഞ്ഞാൽ ആരായിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള തെമ്മാടികളോടൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ആവശ്യമില്ല. അന്നേരം പിന്നെ നിയമം അങ്ങനെയാണെന്ന് നോക്കിയൊന്നും കാര്യമില്ല. പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ പ്രതികരിക്കണം. അത് ആര്യ പ്രതികരിച്ചത് വളരെ ശരിയായ പ്രതികരണം തന്നെയാണ്. അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. അത് സ്വാഭാവികമായിട്ടും KSRTC ആണ്. അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടോ, നേരത്തെ തന്നെ ഉരി വെച്ചതാണോ നമുക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയുന്ന കാര്യമില്ല. അതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. അതിനൊക്കെ മറുപടി പറയേണ്ടത് KSRTC ആണ്. അല്ല, അയാളുടെ പശ്ചാത്തലമെല്ലാം നിങ്ങളുടെ മാധ്യമങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, അയാളുടെ നാട്ടിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ SFI ആയിട്ട് ബന്ധമില്ല, അയാൾ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ല. അയാൾ നാട്ടിൽ ഇങ്ങനെയെല്ലാമുള്ള പല വിധത്തിലുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്. അയാളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ മതി. അയാൾ പറയുന്നതെല്ലാം കേൾക്കേണ്ടത്. നിങ്ങൾക്ക് സ്വതന്ത്രമായ സംവിധാനം വെച്ച് നിങ്ങൾ അന്വേഷിക്കുക, ആരാണെന്ന് മനസ്സിലാവും.